ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജയശ്രീയാണ്. മാം വെൽക്കം. എന്തൊക്കെയാണ് മാം വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ഓക്കെ മാം, ശരിക്കും മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വേറിട്ടൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്നുള്ളത്. അപ്പം അതിൽ പ്രേരണയായിട്ടുള്ള ഒരു ഘടകം എന്താണ്? വേറിട്ടൊരു ജീവിതമെന്ന് ബാക്കിയുള്ളവർക്കാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സന്തോഷമുള്ള ഒരു നമ്മുടെ ജീവിതം സന്തോഷമാക്കാനുള്ള തരത്തിൽ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം ആണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുകൂടി പാരൻറ്റിങ് ഒരു ഘടകമായിട്ടുണ്ടാവുമെന്ന്. അപ്പം പാരൻസിനെ കുറിച്ചൊന്ന് പറയാമോ മാമിൻ്റെ? എൻ്റെ പേരൻസ് ടീച്ചേഴ്സായിരുന്നു. അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. പിന്നെ അവർ ആ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്നുള്ളതിനായിരുന്നു ഒരു പ്രാധാന്യം. അച്ഛന് പ്രത്യേകിച്ച് അച്ഛൻ കുട്ടിക്കാലത്തോട്ട് പറയുന്ന ഒരു കാര്യം പഠിച്ച് ജോലി വാങ്ങണം എന്നുള്ളതായിരുന്നു. അതെനിക്ക് തോന്നുന്നൊരു വ്യത്യാസമാണ്. അപ്പോഴാണെങ്കിലും എല്ലാവരും കൂടുതൽ കല്യാണം കഴിക്കുന്നതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് ഓക്കെ, അതിങ്ങനെ നടക്കുന്നുണ്ടാവും എന്നുള്ളതല്ലാണ്ട് അച്ഛനെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം പഠിച്ചിട്ട് സ്വന്തമായിട്ട് ജോലി വാങ്ങണം എന്നുള്ളതായിരുന്നു. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും മലയാളികളുടെ ഒരു സദാചാര ബോധത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പം ആ ഒരു വേറിട്ടൊരു രീതിയിൽ തന്നെ മകളെ കൂടെ ആ ഒരു രീതിയിലേക്ക് വളർത്താനായിട്ട് എന്താണ് തോന്നിയത്? അങ്ങനെ കാരണം അല്ല, മകളെ പ്രത്യേകിച്ചിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു വ്യക്തിയുടെ ഒരു കുട്ടി വളരുമ്പോൾ അത് വേറൊരു വ്യക്തിയാണല്ലോ. അപ്പം നമ്മൾ അവരെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നീ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെയുള്ള തരത്തിൽ ഒന്നും അങ്ങനത്തെ ഒരു കൺട്രോൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അഭിരുചികൾ കാണുമല്ലോ, അതിനനുസരിച്ചിട്ട് പോകട്ടെ എന്നുള്ളത്. അതേസമയം കുട്ടിയെ നമ്മൾ വളർത്തുന്ന സമയത്ത് അവരെ നിയന്ത്രിക്കേണ്ടി വരും. കുട്ടികൾക്കറിയില്ലല്ലോ, പല കാര്യങ്ങളും കുട്ടികൾക്കറിയില്ല. അവരിപ്പോൾ തീയിൽ പിടിക്കുകയാണെങ്കിൽ തീയിൽ പിടിച്ചാൽ പൊള്ളും എന്നുള്ള കാര്യം നമ്മൾക്ക് പറഞ്ഞു കൊടുത്താലല്ലേ അറിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാരൻറ്റിങ് നമ്മൾ ചെയ്യണം. കുട്ടിക്കാലം മുതൽ അവരോട് പിന്നെ എങ്ങനെയൊക്കെ പെരുമാറണം, ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മളെ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചിലത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിന്നെ എന്താണ്, കള്ളം പറയരുത് എന്ന് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയും നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് കള്ളം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷനാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ റോൾ മോഡലൊന്നും നമ്മളാവില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ കുട്ടികൾ ഒരിക്കലും അവരുടെ പേരൻസിനെ അല്ല റോൾ മോഡലാക്കുന്നത്, നമ്മളാരും അങ്ങനെയല്ല. നമ്മൾ കഴിയുന്നതും പറയുന്ന കാര്യങ്ങൾ നമ്മളതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓരോ വളർച്ചയുടെ ഓരോ സമയത്തും ഓരോ തരത്തിലായിരിക്കും. തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ അവർ വളരുന്നതിനനുസരിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. സ്കൂളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെയാണ് അവർ കൂടുതലും പഠിക്കുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രം മതി, അല്ലെങ്കിൽ അവർ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടുക. ആരാണ് അവരുടെ കൂട്ടുകാർ, അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവരെന്തൊക്കെയാണ് വായിക്കുന്നത്, എങ്ങനെയുള്ള കളികളാണ് പോകുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കുന്നു. ഒരു വാച്ചിങ്, ഒരു ശ്രദ്ധ, ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ തീരുമാനങ്ങൾ ഇപ്പം പഠിക്കുന്നത് എന്ത് വേണമെന്നുള്ളതും എന്ത് ജോലി ചെയ്യണം എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവർ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു രീതിയാണ്. അത് കുറച്ച് പാടാണ്, അവർക്കും പാടാണ് അങ്ങനെ തിരഞ്ഞെടുക്കാനൊക്കെ. പിന്നെ ഇപ്പോൾ കരിയർ ഗൈഡൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങനെയും ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ നമുക്കൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ലല്ലോ. ഓരോ സാഹചര്യങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്ന പോലെ വരണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഘടകങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി സന്തോഷമായിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഈ പാരൻറ്റിംഗ് എന്ന് പറയുമ്പം ഇന്ന് കുറേ കൂടെ ചർച്ച ചെയ്യുന്നത് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരൻറ്റിംഗ് എന്നുള്ളത്. അപ്പം അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പഠിക്കണം എന്നുള്ളതാണ്.
പഠിക്കാൻ വേറെ ഒന്നും കണ്ടല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ കൂടെയാണ് എല്ലാ പഠനങ്ങളും. മനുഷ്യരുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ മറ്റ് ജീവികളാണെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമാണ് പഠിക്കുന്നത്. മനുഷ്യരാണെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അത് കാലത്തിനനുസരിച്ച് മാറിയും വരുമല്ലോ. അപ്പം അതുകൊണ്ടാണ് പഠിക്കേണ്ടി വരുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ പഴയ മൂല്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വിചാരിച്ച പ്രായമുള്ളവർ പറയുന്ന എല്ലാം ശരിയാണ്, അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടി തിരിച്ചും കാണുന്നുണ്ട്. കുട്ടികളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും, ചിലപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും. അങ്ങനെയുള്ള മൂല്യങ്ങൾ മാറുന്നുണ്ട്. അവർ പറയുന്നതും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ലിസൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും പല തരത്തിലുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയാണോ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകാവുന്ന ഇൻഫ്ലുവൻസസ് ഉണ്ട്, പിയർ ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഓരോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ ഓരോ ഘട്ടത്തിലും കുട്ടികളെ എങ്ങനെയാണ് പേരൻറ്റിങ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ സിറ്റുവേഷൻസും ഉണ്ടാവും. അത് നമ്മളറിയണം. അല്ലാണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് നമുക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ നമ്മൾ പിന്നെ അഡോപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യത്തിനെ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ വേണം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാമിൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ ഒന്ന് പറയുമോ? കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. എൻ്റെ കുട്ടിക്കാലം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു 7 വയസ്സ് വരെ. എൻ്റെ താഴെയുള്ള അനിയത്തി എനിക്ക് 7 വയസ്സായപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഒരുപാട് അടുത്ത കുട്ടികളുമായിട്ട് ഒന്നും കളിക്കാനൊന്നും അങ്ങനെ ഒരുപാട് പോവില്ലായിരുന്നു. എന്നാലും സ്കൂളിൽ ടീച്ചേഴ്സ് ആയതുകൊണ്ട് സ്കൂളിൽ നേരത്തെ തന്നെ പോകുമായിരുന്നു. അപ്പം കൂട്ടുകാരായിട്ട് സ്കൂളിലെ കൂട്ടുകാർ, അത് ഭയങ്കര കൂട്ടുകാർ എനിക്ക് എപ്പോഴും കുട്ടിക്കാലം മുതൽ ഭയങ്കര രസമുള്ള ഒരു അനുഭവമാണ്. അപ്പം അവരുടെ കൂടെ സ്കൂളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതാണ് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും. അപ്പോൾ ആ കാലത്തൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ മാതിരി ഭയങ്കര റെസ്ട്രിക്ഷനൊന്നുമില്ല എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നെല്ലിക്ക പറിക്കുക, പുളി പറിക്കുക, അങ്ങനെ അടുത്ത വീടുകളിലൊക്കെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള രസങ്ങളുണ്ടല്ലോ. അതാണ് സ്കൂളിൽ ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം സ്കൂൾ തുറക്കാനുള്ള ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് ഈ കൂട്ടുകാരുമായിട്ട് ചേർന്ന് കളിക്കാനും ഒക്കെയുള്ള ഒരിതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിലും ഞാൻ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ വായന അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. കഥകൾ മാത്രമല്ല, അന്ന് വാരികയിൽ വരുന്ന എല്ലാം വായിക്കും. കാർട്ടൂൺ തൊട്ട് എല്ലാ സാധനങ്ങളും വായിക്കും. അത് പിന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ പരീക്ഷയൊക്കെ ആകുമ്പോൾ ഇത് സ്കൂളിലാകുമ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇത് വായിക്കാൻ തരില്ല. അപ്പം പിന്നെ പരീക്ഷ കഴിയുന്ന ഉടനെ വീണ്ടും ഇതെല്ലാം എടുത്തിട്ട് വീണ്ടും വായിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. വായന ഒരു ഇതായിരുന്നു. പിന്നെ കൂട്ടുകാരുടെ കൂടെ എല്ലാത്തരം കളികളും കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പം മാം ഈ ജയശ്രീ അതുപോലെ തന്നെ മൈത്രേൻ ഇവരുടെ ലൈഫ് ആളുകൾക്ക് അറിയാനായിട്ട് കുറേ കൂടെ ഇഷ്ടമാണ്. അപ്പം ആ ഒരു ആകാംക്ഷയെ ഫുൾഫില്ല് ചെയ്യുന്നതാണോ എഴുകോൺ എന്നുള്ളത്? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഏകദേശം ഓരോ ഘട്ടമായിട്ടാണെന്ന് പറയാം. ഇപ്പോൾ ഒരു കാലത്തിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓരോ സമയത്തും നമുക്കുണ്ടാകുന്ന പുതിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്ന മാറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എങ്ങനെയായിരിക്കും, ഓരോരുത്തരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിച്ച് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ എത്രയോ പുതിയ ആളുകളെ കാണുന്നു, പുതിയ ലോകം, പുതിയ അനുഭവങ്ങളെല്ലാം ഉണ്ടല്ലോ. അതപ്പോൾ ഇങ്ങനെ ഓർത്തിട്ട് അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കി എഴുതി എന്ന് ഉള്ളതേ ഉള്ളൂ. അത് എല്ലാം ഒന്നും വന്നിട്ടില്ല. എനിക്കൊന്ന് മൊത്തമുള്ളതിൻ്റെ ഒരു അംശം പോലും നമുക്ക് ഒരു ബുക്കിലൊന്നും എഴുതാൻ പറ്റത്തില്ല. അത്രത്തോളം നമുക്കുണ്ടല്ലോ. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഓർക്കുന്നത് തന്നെ എല്ലാം ഒന്നും എഴുതാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ആ സമയത്ത് എന്താണോ ഓർമ്മ വരുന്നത് അങ്ങനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം മൈത്രേനായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രായമായതിന് വെച്ചാൽ MBBS ഒക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ MSc വരെ പഠിച്ചിട്ടാണ് പിന്നെ MBBS തന്നെ പോയത്. അപ്പം അത്രയും പ്രായമായതിന് ശേഷം 25-26 വയസ്സൊക്കെ ആയപ്പോഴാണ്
അപ്പം അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളെ കൂടെ ചേർക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇതൊന്നും ഡേറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ഒരു കൾച്ചറുള്ള സ്ഥലമല്ലല്ലോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ വേറൊരാൾ നമ്മുടെ ലൈഫിൽ വരുമ്പം ഭയങ്കരമായൊരു മാറ്റമാണത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു അഡോളസൻ സമയത്ത് തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. ഇപ്പോൾ ആ റിലേഷൻഷിപ്പൊക്കെ കുറച്ചുകൂടെ നമ്മളെ കൂടുതൽ മെച്ചുറാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ താമസിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് നമ്മൾ മെച്ചുറാക്കുന്ന ഒരു സംഭവമാണ് റിലേഷൻഷിപ്പുകളെന്ന്. അപ്പോൾ അതിങ്ങനെ താമസിപ്പിക്കുന്നത് അത്ര ആരോഗ്യകരമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പാടുപെട്ടിട്ടാണ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവുക കുറച്ച് പ്രായത്തിന് ശേഷം ആകുമ്പോൾ. പ്രായം എന്ന് പറയുമ്പോൾ ഈവൻ 20s ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെ 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒന്നേന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുവരെ നമ്മൾ വളരെ കംഫർട്ടബിളാണ്. ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മൾ വളരെ കംഫർട്ടബിളാണല്ലോ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി കൂടുന്നു. അതൊരു വർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഈ പറഞ്ഞ പോലെ പേരൻറ്റിങ് പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട. അത് നമ്മൾ കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിലൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് അതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഇൻറ്റിമസി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇൻറ്റിമസിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ ബൗണ്ടറി എന്താണ്, പേഴ്സണൽ ബൗണ്ടറീസ് എന്താണ്, കൺസെൻറ്റ് എന്താണ്, എങ്ങനെയാണ് വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യാം, ഇതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. അതേപോലെ ഇങ്ങനത്തെ പഠനങ്ങളൊന്നും നമ്മുടെ കാലത്തില്ല. എനിക്കിപ്പോൾ 67 വയസ്സായി. അപ്പം ഏത് കാലത്താണ് നമ്മളുടേത് എനിക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ആ കാലത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെയാണോ പോകുന്നത് അങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. സ്വയം റിഫ്ലക്റ്റ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഒരു പുതിയ ലേണിങ്സ് ഉണ്ടാകുന്നു, ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്. ഓക്കെ, മൈത്രിയും ജയശ്രീ ഇവരുടെ ലൈഫ് ഒന്ന് മാതൃകയാക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നിങ്ങൾ അന്ന് എടുത്തിട്ടുള്ള റിസ്ക് ഒന്നും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? എനിക്ക് മാതൃക എന്ന് പറയുന്നതിനോട് വലിയ യോജിപ്പില്ല. എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്, ഓരോരുത്തരുടെയും പാതകൾ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരാൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമ്മളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തീരുമാനം എടുക്കുന്നതിലാണ്. അപ്പോൾ ഒരു സ്ത്രീകളുടെ വശത്തു നിന്നാണ് ഞാനത് കൂടുതൽ കാണുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് കുറച്ചും കൂടെ എളുപ്പമാണ് സ്വന്തമായ തീരുമാനം, പ്രത്യേകിച്ച് വിവാഹം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതം എന്നുള്ളതിലൊക്കെ തീരുമാനം പെൺകുട്ടികൾ എടുക്കുന്നത് ഒരു നമ്മുടെ നാട്ടിലെ ഇതിന് ചേർന്നല്ലല്ലോ. എല്ലായിടത്തും സിനിമകളിലും നോവലുകളിലും ഒക്കെ പറയില്ലേ, പിന്നെ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം അല്ലേ, അങ്ങനെയല്ലേ പേരൻസ് പറയുന്നത്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ അതനുസരിച്ചാൽ മതി. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് കുട്ടിക്കാലത്തെ ദഹിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ കുട്ടിക്കാലം മുതൽ എൻ്റെ പേരൻസും അങ്ങനെ നിർബന്ധിക്കുന്ന ആളുകളല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പേരൻസ് എന്ന് പറയുമ്പോൾ അച്ഛന്മാരാണ് അതിലും ഒരു ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കൽ ഇല്ലാത്ത ഒരു ഭാഗ്യം എന്ന് പറയാം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കും കുട്ടിക്കാലത്തെ എനിക്ക് എൻ്റേതല്ലാത്ത തീരുമാനങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് എത്ര സഫർ ചെയ്യേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് പെൺകുട്ടികൾ ഇങ്ങനെ തയ്യാറാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അത് ബാക്കിയുള്ളവർ എനിക്ക് പറഞ്ഞു തരേണ്ടതാണ്. അതാണ് എനിക്ക് അതിശയം തോന്നുന്ന കാര്യം. എങ്ങനെയാണ് ഒരു പരിചയവുമില്ലാത്ത ഒരാളിൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് പോയിട്ട്, അതുമല്ല രാത്രിയിൽ ഒരുമിച്ച് ഉറങ്ങുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ പരിചയപ്പെടുന്നുണ്ട് ആളുകൾ, കുറേയൊക്കെ ഇപ്പോൾ ഒക്കെ കുറേ മാറ്റങ്ങളുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അന്നും പരിചയമുള്ള ആൾക്കാരും അങ്ങനെ, അത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാം. അങ്ങനെയല്ലാതെ ഒരു പരിചയവുമില്ലാത്ത ആളുകൾ അത് എനിക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കണമെന്ന് എനിക്കുണ്ട്, എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പം മാം പറഞ്ഞു എങ്കിലും പോലും സൂചിപ്പിക്കുകയാണ്, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടിരുന്നു 19 വയസ്സുകാരിയായിട്ടുള്ളൊരു കുട്ടി നിറത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പം ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്?
അല്ല, അതൊക്കെ ഇതുപോലെയാണ്, സ്വന്തം തീരുമാനത്തിലല്ലല്ലോ പോകുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പം ആത്മഹത്യ എന്ന് നമ്മൾ പറയുമ്പം അതൊരിക്കലും ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല, അത് നമ്മൾ വളരെ ലളിതവൽക്കരിച്ച് കാണുന്ന ഒരു കാര്യമാണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പലതരത്തിലുള്ള സ്ട്രെസ്സിലൂടെ കടന്നുപോയ ആളുകളാണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിലൂടെ കടന്നതിന് ശേഷം സാധാരണ നമ്മൾ പറയുന്ന അവസാനം ഒരു വൈക്കോൽ തുരുമ്പ് മുകളിൽ വയ്ക്കുമ്പോൾ അതാണ് റീസൺ ആവുന്നത്. അപ്പം നമ്മളത് ലളിതവൽക്കരിച്ച് അതുകൊണ്ടാണെന്ന് പറയുമെങ്കിലും ആ ഒരു കാരണം മാത്രം ആയിരിക്കില്ല. അപ്പോൾ പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് വിവാഹശേഷം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒരുപാട് സിനിമകൾ, എന്താണ്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ വന്നല്ലോ. അപ്പോൾ അതിലൊക്കെ അത് എല്ലാം കാണിക്കുന്നുണ്ട് അല്ലേ, വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണ്ട, സിനിമയിലൂടെയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ ഇത്രയും അവ്യക്തമായിട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്ന ഒരു ധാരണയും ഇല്ലാതെ എങ്ങനെയാണ് സ്ത്രീകൾ അതിലേക്ക് കടക്കുന്നതെന്ന് വെച്ചാൽ വിശ്വാസം കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ശരിയാ, കുഴപ്പമില്ലായിരിക്കും. പിന്നെ പണ്ട് കാലത്താണെങ്കിൽ ചൈൽഡ് മാരേജ് അല്ലേ ഉള്ളത്. ഒരു പിന്നെ 10 വയസ്സും 11 വയസ്സും ഒക്കെ ഉള്ളപ്പോൾ കല്യാണം കഴിപ്പിക്കുന്നു. അപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും, അന്നേരം ഒന്നും അറിയില്ല, ഇതിങ്ങനെ സാധാരണ നടക്കുന്ന ഒരു കാര്യം എന്ന് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പിന്നെ ഏജൊക്കെ കൂടിയതിന് ശേഷമാണ്, വിദ്യാഭ്യാസവും കിട്ടിയതിന് ശേഷം വീണ്ടും ഇങ്ങനത്തെ ഒരു വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാണ് സ്ത്രീകൾ ഉൾക്കൊള്ളുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഞാൻ പറയാം. ആ ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രയാസമാണ്. പിന്നെ അത് കുട്ടികളുമൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ പ്രയാസമല്ലേ, പിന്നെ ചിലപ്പോൾ ഡിവോഴ്സ് വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ആദ്യത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തമായി വരുമാനവും ജോലിയും ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, സ്വന്തമായി വരുമാനവും ജോലിയും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എല്ലാവരോടും. അത് കഴിഞ്ഞാൽ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വിവാഹത്തിലേക്ക് കടക്കാം, വിവാഹം കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം, അഥവാ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ വളർത്താനുള്ള സാഹചര്യമുണ്ട്. അതെല്ലാം ആലോചിച്ചിട്ട് വേണം സ്ത്രീകളൊരു ജീവിതം എന്നുവെച്ചാൽ അതൊരു ട്രാൻസ്ഫോർമേഷനാണല്ലോ, ജീവിതത്തിൽ വരുന്നൊരു പുതിയ മാറ്റമാണ്, അല്ല ഒരു നിർണായകമായ തീരുമാനമാണ്. അപ്പോൾ അതങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മോഡലൊന്നുമില്ല, ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല. അവരവർ ചിന്തിക്കുക, അവരവരുടെ സാഹചര്യത്തിൽ നല്ല ഏതാണെന്ന് നോക്കുക. നല്ല വിവാഹങ്ങളും ഉണ്ടാകും, നല്ല വിവാഹ ജീവിതങ്ങളും ഉണ്ടാകും, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കുടുംബം, സമാധാനം, ഐക്യം, ഇതാണ് ഒരു ലൈഫ്. അപ്പം ഇതിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള വിമർശനങ്ങൾ ഒത്തിരി ഉണ്ടാവാം. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചു പോക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തിരിച്ച് നരകത്തിലേക്ക് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തമായ തീരുമാനങ്ങളും സ്വന്തമായ സന്തോഷങ്ങളുമാണല്ലോ. അപ്പം എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് സങ്കടം മതിയായിരുന്നു, എനിക്കൊരു ശ്വാസം മുട്ടൽ ഉണ്ടാകാമായിരുന്നു എന്നാരെങ്കിലും ചിന്തിക്കുമോ? അത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും വരത്തില്ല. എന്ന് വെച്ചാൽ വരില്ലേ, നമുക്കറിയാമല്ലോ. നമുക്ക് വെള്ളപ്പൊക്കം ഇഷ്ടമല്ലായിരിക്കും. വെള്ളപ്പൊക്കം വന്നാൽ എന്താ നമ്മൾ ചെയ്യുക? വെള്ളപ്പൊക്കത്തിൽ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ അസുഖം വന്നു, അപ്പം അസുഖം വന്നാൽ നമ്മളെങ്ങനെ അസുഖത്തിൽ പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. അത് നമുക്കാകെ ചെയ്യുന്ന വേറെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ അങ്ങനെ ആലോചിക്കേണ്ടതുള്ളൂ. അങ്ങനെ ആലോചിക്കേണ്ട കാര്യം, അങ്ങനെ ആലോചിക്കുന്ന ശരിയല്ല എനിക്ക്. ഞാൻ ഇപ്പം മെഡിസിന് പോകാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആഗ്രഹം അച്ഛനാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് താല്പര്യം കുറവൊന്നുമില്ല, എനിക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജോലി കിട്ടുമെന്നുള്ളതുകൊണ്ട്, ജോലി കിട്ടാൻ പറ്റുന്ന വെച്ചാൽ ജോലി ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ജോലി ചെയ്യാം, പിന്നെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കണ്ട, അതൊരു വലിയ കാര്യമാണ്. അതായിരുന്നു എൻ്റെ വലിയൊരു പോയിന്റ്. പക്ഷെ പിന്നെ ആലോചിച്ചിട്ട് ഡോക്ടർ ആകണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ആയിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കട്ടെ. ഒരിക്കലും ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയൊന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ എപ്പോഴും മാക്സിമം ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല.
ഇപ്പം ജോലി പോലും ഞാൻ വിട്ടുകളയും. എനിക്കൊരു ഇഷ്ടക്കേട് തോന്നിയാൽ ഞാൻ അപ്പോൾ അത് വിടും. അതങ്ങനെയാണ് എൻ്റെ നേച്ചർ. ഓക്കെ, ഇപ്പം കനി കുസൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, അത് ശരിക്കും മലയാള സിനിമ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. അപ്പം അവിടെ അങ്ങനെ ക്യാൻ വരെ എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ കനി കുസൃതിയെ കാണുന്ന സമയത്ത് അവിടെ ഒരു മാതൃത്വത്തിൻ്റെ ഒരു സന്തോഷം, ഒരു അഭിമാനം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് അപ്പം മാത്രമല്ലല്ലോ, അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതും ഇതുപോലെയാണ്. അവള് ഇപ്പം മകളെന്ന് പറയുന്ന ആള് സന്തോഷമാണെങ്കിൽ നമുക്കും സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണത്. അവർക്ക് സന്തോഷമില്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. എപ്പോഴും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകത്തുമില്ലല്ലോ. ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും. നിരാശ ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അത് എപ്പോഴും അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മളും അതിൽ സന്തോഷിക്കും. ശരിക്കും അങ്ങനെ സ്വാതന്ത്ര്യത്തോടെയാണ് മകളെയും വളർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നോക്കുമ്പം വസ്ത്രത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ന്യൂസിലും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പോലും ഇങ്ങനെ അപമാനിക്കുന്നു എന്ന് കേൾക്കുമ്പം എന്താണ് പുതിയൊരു കാര്യം എന്തായാലും ഉള്ളത്? പണ്ടുള്ളത് തന്നെയല്ലേ ഇതല്ല. ഇപ്പം അതല്ല, ഇപ്പം പെൺകുട്ടികൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷമാണ് തോന്നുന്നത് ഇതെല്ലാം കാണുമ്പോൾ. പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ആരെങ്കിലും റെസിസ്റ്റ് ചെയ്യുമോ? അപ്പം ഈ വസ്ത്രത്തിൻ്റെ കാര്യം തന്നെ ഡൽഹിയിൽ നിർഭയ കേസ് ഉണ്ടാകുന്നവരെ ഒരുപാട് ഡിബേറ്റുകളിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നതിൽ നമ്മളൊക്കെ മാത്രമേ കാണുള്ളൂ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത്. പെൺകുട്ടികളുടെ വസ്ത്രധാരണം അല്ല പ്രശ്നം, ആണുങ്ങളുടെ നോട്ടവും അല്ലെങ്കിൽ അവരുടെ അക്രമമാണെന്ന് പറയാൻ ഞങ്ങൾ 1-2 പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളും ആണുങ്ങളും എല്ലാം അവിടെ കൂടിയല്ലോ. അവരുടെ മുദ്രാവാക്യങ്ങളിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വസ്ത്രം മാറ്റാനല്ല നിങ്ങൾ പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളെ പഠിപ്പിക്കൂ എന്നുള്ള മുദ്രാവാക്യം വരെ വെച്ചു. അതിനുശേഷമാണ് ഒരു ഷിഫ്റ്റ് വന്നത്. ആ ഒരു കാഴ്ചപ്പാടിലൊരു മാറ്റം വന്നതിന് ശേഷമാണ് കുറേശ്ശെ. അപ്പം ഇപ്പോൾ സ്ത്രീകളൊക്കെ റെസിസ്റ്റ് ചെയ്യും, സ്ത്രീകൾ അങ്ങനെയൊക്കെ ഇടങ്ങി കൊടുക്കുന്നില്ല. പിന്നെ ഒന്നാമത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവരവരുടേതായ എക്സ്പ്രഷനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ടി വികളിലൊക്കെ ആണെങ്കിലും ഒരുപാട് റിയാലിറ്റി ഷോകളുണ്ട്. അപ്പോൾ അത് തമ്മിൽ മത്സരമുണ്ട്. മത്സരത്തിൽ ഫാഷൻ ഷോകൾ, പിന്നെ സ്വന്തമായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ, അങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ പോലെയല്ല, അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സന്തോഷമാണ് തോന്നുന്നത്. പണ്ടത്തെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം തോന്നുന്നത്. വളരെ സന്തോഷമുണ്ട് മാം, ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് സമയമാണെങ്കിലും അത് വിലപ്പെട്ട സമയമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, സന്തോഷം.